Go do that at your house and shit. Priority. Get on let's go. പക്ഷെ അവന് പേര് പോലും പറഞ്ഞപ്പോൾ അലക്സേട്ടാ താനിക്ക് വിസ എടുത്തതല്ലേ എല്ലാരും പോലെ 10 പൈസ പണിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത്. Fucking so what do you want 3 bitches to fucking like you idiot? Go fuck yourself. ശ്രീനാഥ് ബാസി മലയാള സിനിമയിൽ യുവതാരങ്ങളിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം. ഏത് ക്യാരക്ടർ നൽകിയാലും അതിനെ അഭിനയിച്ച് പൊലിപ്പിക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആരാധകരെയും അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഇതുപോലുള്ള പ്രകടനങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഇദ്ദേഹത്തിന് വില്ലൻ പരിവേഷവും നൽകിയിട്ടുണ്ട്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന രീതിയിലും ഇദ്ദേഹത്തെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്കും അദ്ദേഹത്തിന് ലഭിക്കുന്ന വേഷങ്ങൾ കൃത്യതയോടെ ചെയ്ത് ഒലിപ്പിച്ച് കാണിക്കുവാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നു എന്നത് ഇദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു നിർത്തുന്നു. എന്നിട്ട് പോലും ഇത്രത്തോളം ടാലന്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇദ്ദേഹം വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നത് എന്ന കാര്യമാണ് നമുക്കെല്ലാവർക്കും സംശയമുളവാക്കുന്നത്. സ്വന്തം ആരാധകരെ നോക്കി ഇതുപോലെ പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു മലയാളി ആക്ടേഴ്സും ചിലപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. പക്ഷെ താനൊരിക്കലും തന്റെ സ്വഭാവത്തെ മാറ്റില്ല എന്ന രീതിയിലാണ് വീണ്ടും വീണ്ടും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ വെച്ച് പച്ചയ്ക്ക് തെറി വിളിച്ചിട്ടും അദ്ദേഹത്തിന്റെ പാട്ടിനൊപ്പം ചുവട് വെക്കുന്ന ആരാധകരായ യുവതികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നു. കഴിവുള്ളവരെ കേരള ജനത എന്നും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയെങ്കിലും ഇദ്ദേഹം തന്റെ സ്വഭാവം മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും ബാസിയെ വൻ പരാജയമായിരിക്കും കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.